ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ വർഷം PSC ചോദിച്ച കുറച്ച് കറൻറ്റ് അഫെയർസ് ക്വസ്റ്റ്യൻസുകളാണ്. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻസുകൾ കൂടിയാണ്. എങ്കിലും കറൻറ്റ് അഫെയർസ് ചോദ്യങ്ങൾ ഞാൻ സെപ്പറേറ്റ് എടുത്ത് പറയുന്നതാണ് ഇതിൽ. തിപ്പായ് മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? ഇന്ത്യ ബംഗ്ലാദേശ് തർക്കത്തിന് കാരണമായ ഡാമാണ് തിപ്പായ് മുഖ് ഡാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസ്. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവ് 22 രൂപ. തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലുണ്ടായ കൂലി വർധനവ് 22 രൂപയാണ്. കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതി കാലം 2022-2027. 14ാം പഞ്ചവത്സര പദ്ധതി കാലമാണ് 2022-2027 കാലം. ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് 2019 ആഗസ്റ്റ് 5. ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് 2019 ആഗസ്റ്റ് 5. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത്? മലേറിയ. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത്? മലേറിയ രോഗത്തെ. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വെച്ചാണ്? UAE. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് UAEയിൽ വെച്ച്. ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും. ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ഓക്സിജൻ, സൾഫർ. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം? ആദിത്യ L1. ആഗോള ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏതു രാജ്യത്തിന് എതിരെയായിരുന്നു? ഓസ്ട്രേലിയ. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരായിരുന്നു? ഓസ്ട്രേലിയ. 2023 ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. 2023 ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ? 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹനായത് ഡ്രൂ വെയ്സ്മാൻ. അടുത്തിടെ ചൈനയിൽ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ? H9N2. അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധയാണ് H9N2. സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? BVR സുബ്രഹ്മണ്യൻ. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യൻ. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡൽ നില 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. 2024 പത്മ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ നൽകിയിരിക്കുന്നു. തെറ്റായ ഓപ്ഷനുകൾ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ ഉമാശങ്കർ പാണ്ഡെയ്ക്കു മാത്രമാണ് പത്മ അവാർഡ് ലഭിക്കാത്തത്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെൻറ്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106ാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര്? നാരി ശക്തി വന്ദൻ അധിനിയം.
ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106-ാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് നാരി ശക്തി വന്ദൻ അധിനിയം. ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്വമനത്തിൻ്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1-ന് ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം എക്സ്പോസാറ്റ്. ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്വമനത്തിൻ്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1-ന് ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം എക്സ്പോസാറ്റ്. 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റെഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏതു ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? കേരള ലോകായുക്ത ഭേദഗതി ബിൽ 2022. 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റെഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏതു ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? കേരള ലോകായുക്ത ഭേദഗതി ബിൽ 2022. ആദിത്യ L1-ൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? PSLV C-57. ആദിത്യ L1-ൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് PSLV C-57. ഭരണഘടന 105-ാം ഭേദഗതി നിയമം 2021 സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും പരിപാലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ ഭേദഗതി അധികാരം നൽകുന്നു. അപ്പോൾ 2021-ലെ 105-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിനും പരിപാലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ ഭേദഗതി അധികാരം നൽകുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവരും നന്നായി പഠിച്ചിരിക്കുക. അടുത്ത ക്ലാസ്സിൽ ഇനി PSC ചോദിച്ചിട്ടുള്ള കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസുകളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.